ഗുണ്ടാ സംഘങ്ങളും സിനിമാ താരങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? നടി പ്രയാഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ഭാസിയും കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ്? ലോകപ്രശസ്ത സംഗീതജ്ഞൻ ആലൻ വോക്കറുടെ DJ ഷോ നടന്ന രാത്രിയിൽ കൊച്ചി നഗരത്തിൽ യുവാക്കൾ ലഹരിയിൽ അഴിഞ്ഞാടുകയായിരുന്നു. അതിനിടെ ഹോട്ടലിൽ നിന്ന് ഓം പ്രകാശും സുഹൃത്തും പിടിയിലാകുന്നു. പിന്നാലെ DJ പാർട്ടിക്കെത്തിയ യുവാക്കളെയും പോലീസ് പോകുന്നു. അതിനുശേഷമാണ് സിനിമാ താരങ്ങളുടെ സാന്നിധ്യം കൂടി പുറത്തുവരുന്നത്. ഇതോടൊപ്പം കളമശ്ശേരിയിൽ നിന്ന് യുവാവിനെ ലഹരി മാഫിയ തട്ടിക്കൊണ്ടുപോയ ഒരു വാർത്ത കൂടിയുണ്ട്. ഈ കേസുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ലോകപ്രശസ്ത സംഗീതജ്ഞൻ ആലൻ വോക്കറുടെ DJ ഷോ നടന്ന രാത്രി ലഹരിയിൽ അഴിഞ്ഞാടാൻ കൊച്ചിയിലെ ഹോട്ടലുകളിൽ രാവിലെ മുതൽ യുവാക്കൾ തമ്പടിച്ചിരുന്നു. ഇവർക്ക് കൊക്കൈൻ ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ എത്തിക്കാനാണ് ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് കൊച്ചി നഗരത്തിലെത്തിയത്. അതിനിടെ ഓം പ്രകാശിനെ കാണാൻ നടി പ്രയാഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ഭാസിയും ഹോട്ടലിൽ വന്നു. എന്തിനായിരുന്നു ആ രഹസ്യ കൂടിക്കാഴ്ച? ഗുണ്ടാ നേതാവ് ഹോട്ടലിൽ മുറിയെടുത്തത് വ്യാജ പേരിലാണ്. ഓം പ്രകാശിനെ സന്ദർശിച്ചവരിൽ സിനിമാ താരങ്ങൾ മാത്രമല്ല. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഓം പ്രകാശിനെതിരായ ലഹരി കേസിൽ പോലീസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതര പരാമർശങ്ങൾ കണ്ടെത്തിയത്. നടി പ്രയാഗ മാർട്ടിനും നടൻ ശ്രീനാഥ് ഭാസിയും ഓം പ്രകാശിനെ കാണാൻ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിലെ മുറിയിലെത്തി. ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് ഓം പ്രകാശ് മുറി ബുക്ക് ചെയ്തത്. ചലച്ചിത്ര താരങ്ങൾക്ക് പുറമെ ബൈജു, അനൂപ്, ഡോൺ ലൂയിസ്, അരുൺ, അലോഷ്യ, സ്നേഹ, ടിപ്സൺ, ശ്രീദേവി, രൂപ, പപ്പി തുടങ്ങിയവരും ഹോട്ടൽ മുറികളിൽ ഓം പ്രകാശിനെ കാണുന്നതിനായി എത്തിയെന്ന് പോലീസ് പറയുന്നു. കൊച്ചിയിൽ ഇന്നലെ നടന്ന അലൻ വാക്കറുടെ DJ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയെന്നാണ് ഓം പ്രകാശ് നൽകിയ മൊഴി. പ്രതികൾ കൊക്കൈൻ സംഭരിച്ച DJ പാർട്ടികളിൽ വിതരണം ചെയ്യാനുള്ള നീക്കമായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യുമെന്നും കൊച്ചി DCP KS സുദർശൻ. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് അന്വേഷിക്കും. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവരെ ചോദ്യം ചെയ്യുന്നതും മറ്റ് നടപടികൾ ചെയ്യുന്നത്. ഈ കേസിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പോലീസ് ഏറ്റവും ക്വിക്കായിട്ട് ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇത്രയും ചെയ്യാൻ സാധിച്ചത്. വ്യവസായി പോൾ മുത്തൂറ്റ് കൊല്ലപ്പെട്ടതടക്കം 30ഓളം കേസുകളിൽ പ്രതിയാണ് ഓം പ്രകാശ്. ലഹരിമരുന്നിടപാടുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഏതാനും ദിവസം മുൻപ് കൊച്ചിയിലെത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. ലഹരിമരുന്ന് സംഘങ്ങളെ പിടികൂടുന്ന ഡാൻസ് ഹൌസ് സംഘത്തിന് ഓം പ്രകാശുമായി ബന്ധപ്പെട്ട് ലഹരിയിടപാടുകൾ നടക്കുന്നുവെന്ന വിവരം ലഭിച്ചു. തുടർന്ന് കൊച്ചിയിലെ ഹോട്ടലിലെത്തിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 8 ലിറ്ററോളം മദ്യവും കൊക്കൈനുമാണ് ഓം പ്രകാശിന്റെയും സുഹൃത്തിന്റെയും കയ്യിൽ നിന്നും പോലീസ് കണ്ടെത്തിയത്. മാത്രവുമല്ല, കൊക്കൈൻ ഉപയോഗിച്ചതിനു ശേഷമുള്ള ചില അവശിഷ്ടങ്ങളും മുറിയിൽ നിന്നും കണ്ടെടുത്തു. തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നറിയാനുള്ള രക്തസാമ്പിളുകളുടെ പരിശോധനയും നടത്തി. ഓം പ്രകാശിനെതിരെ ആരോപണങ്ങൾ മാത്രമാണുള്ളതെന്നും കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും അഭിഭാഷകൻ TM അമീൻ. കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കാരണം പറയുന്ന രീതിയിൽ ന്യൂസ് വന്ന രീതിയിലോ ഒന്നും ഈ കൊക്കൈനും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ തന്നെയും കൊക്കൈൻ അടങ്ങി എന്ന് പറയപ്പെടുന്ന ഒരു സിപ്ലോക്ക് കവർ മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നോൺ ബെയിലബിൾ ഓഫൻസ് ആയിരുന്നു. അങ്ങനെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഉപാധികൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ വോട്ട് കിട്ടുമ്പോൾ ഉപാധികൾ എന്തൊക്കെയാണെന്ന് അറിയും. 3 മുറികളിലായാണ് ലഹരി ഇടപാടുകൾ നടന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഹോട്ടലിലെ CCTV അടക്കം ശേഖരിച്ച് കൂടുതൽ സിനിമാ താരങ്ങൾക്ക് കേസിൽ പങ്കുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ന്യൂസ് 18 കൊച്ചി. സംഗീതജ്ഞൻ അലൻ വോക്കറുടെ DJ ഷോയുടെ മറവിൽ നടന്നത് ലഹരി പാർട്ടിയോ?
കൊച്ചി നഗരത്തെ ലഹരിയിൽ മയക്കിയ കഴിഞ്ഞ രാത്രിയിൽ ആയിരങ്ങളാണ് പാർട്ടിക്കെത്തിയത്. ഇതിന്റെ മറവിൽ പല സംഘങ്ങളും ലക്ഷ്യമിട്ടത് ലക്ഷങ്ങളുടെ ലഹരി ഇടപാടുകളാണ്. അതിനിടെ പോലീസ് നടത്തിയ റെയ്ഡിൽ കഞ്ചാവുമായി 4 യുവാക്കൾ പിടിയിലായി. സംഗീത നിശയ്ക്കിടെ മൊബൈൽ ഫോൺ മോഷണവും വ്യാപകമായി നടന്നുവെന്ന് പരാതിയുണ്ട്. ഫോൺ നഷ്ടപ്പെട്ട 50ഓളം പേരാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. DJ പാർട്ടിക്കിടെ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കൈവശം വെച്ച ആലപ്പുഴ സ്വദേശി അഗസ്റ്റിൻ ജോസഫ്, ഷാരോൺ മൈക്കിൾ, അഗസ്റ്റിൻ റിജോ, ആന്റണി പോൾ എന്നിവരെ മുളവുകാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിനെ കണ്ട പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന കഞ്ചാവ് വലിച്ചെറിഞ്ഞു. തുടർന്ന് നടത്തിയ പരിശോധനകളിലാണ് പ്രതികളെ പിടികൂടിയത്. അതേസമയം DJ ഷോയ്ക്കിടെ മൊബൈൽ ഫോണുകൾ മോഷണം പോയതായി പോലീസിന് പരാതി ലഭിച്ചു. വില കൂടിയ 30ഓളം സ്മാർട്ട് ഫോണുകളാണ് നഷ്ടമായത്. ഫോൺ നഷ്ടപ്പെട്ടവർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആസൂത്രിതമായി നടത്തിയ മോഷണമാകാൻ ഇടയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സംഗീത നിശയ്ക്കിടെ കാണികൾ തുള്ളിച്ചാടിയപ്പോൾ തെറിച്ചുവീണ ഫോണുകൾ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയതാവാമെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മറ്റ് സാധനങ്ങളൊന്നും നഷ്ടമായിട്ടില്ല. 6000ഓളം കാണികളാണ് കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. ആരാധകരുടെ ഒഴുക്ക് കണക്കിലെടുത്ത് വലിയ സുരക്ഷയും ഗതാഗത നിയന്ത്രണവും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. ലോക പര്യടനത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തിയതായിരുന്നു നോർവീജിയൻ സംഗീതജ്ഞൻ അലൻ വാക്കർ. ന്യൂസ് 18 കൊച്ചി. മക്കൾ ലഹരിയിൽ മതിമറക്കുമ്പോൾ അതിന്റെ ദുരിതം പേറുന്നത് മാതാപിതാക്കളാണ്. മൂവാറ്റുപുഴയിലെ ഒരച്ഛനും അമ്മയും മകനെയോർത്ത് കണ്ണീർ പൊഴിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. കഞ്ചാവിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായി കളമശ്ശേരിയിലെ ഡി അഡിക്ഷൻ സെന്ററിലെത്തിച്ച മകനെ ലഹരി മാഫിയ വെറുതെ വിടുന്ന മട്ടില്ല. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് 3അംഗ സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്താൻ കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർ അജി മുണ്ടാട്ടിന്റെ മകനെയാണ് ഭീഷണിപ്പെടുത്തി കടത്തിക്കൊണ്ടുപോയത്. എന്നാൽ പോലീസിൽ പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. മൂവാറ്റുപുഴ നഗരസഭാ കൌൺസിലർ അജി മുണ്ടാട്ടിന്റെ മകൻ ആസാദ് ജീലാനി കളമശ്ശേരിയിലെ മെട്രോ മൈൻഡ് എന്ന ഡി അഡിക്ഷൻ സെന്ററിൽ കഴിഞ്ഞ 16 ദിവസമായി ചികിത്സയിലായിരുന്നു. അതിനിടെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് 3അംഗ സംഘം ഇവിടെ എത്തി യുവാവുമായി കടന്നുകളഞ്ഞത്. മൂവാറ്റുപുഴ സ്വദേശികളായ യാസിർ, ബാദുഷ, സിദാൻ എന്നിവരാണ് മകനെ ഭീഷണിപ്പെടുത്തി കടത്തിക്കൊണ്ടുപോയതെന്ന് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നു. ആശുപത്രിയിൽ അതിക്രമിച്ചു കയറിയ 3അംഗ സംഘം ഇവിടെ എത്തി മടങ്ങുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികളായവരാണ് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഇത്രയും നിഷ്ക്രിയമായിട്ടുള്ള പോലീസ് സ്റ്റേഷൻ ഈ കേരളത്തിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വൈഫും അനുജനും അവിടെ രാവിലെ 12 മണി മുതൽ രാത്രി 9 മണി വരെ അവിടെ നിന്നിട്ടും ഒരു നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാതെ ഈ തട്ടിക്കൊണ്ടുപോയ വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്യാനോ വാഹനം കണ്ടുകെട്ടാനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനോ സാധിക്കാത്ത രീതിയിലാണ് പ്രവർത്തിച്ചത്. ചെന്നിട്ട് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ വളരെ ഹരാസ്മെന്റ് ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. വലിയൊരു മാഫിയാണ് MDMA എന്നുള്ള ഉപയോഗം ചെറിയ കുട്ടികളിലേക്ക് ഈ രാസപദാർത്ഥം അടിച്ചു കയറ്റുന്നതിന് എല്ലാ ആൾക്കാർക്കും ഇതിനകത്ത് പങ്കുണ്ട്. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ വന്ന ആ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ഇതിനെയൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നതിലാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ആസാദ് സ്വമേധയാ ഇറങ്ങിപ്പോയതാണെന്നും അതിനാൽ കേസെടുക്കാൻ കഴിയില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ആശുപത്രി അധികൃതരും ഇതേ നിലപാടിലാണ്. പക്ഷേ മകനെ ലഹരി മാഫിയയിൽപ്പെട്ട 3അംഗ സംഘം ഭീഷണിപ്പെടുത്തി കടത്തിക്കൊണ്ടുപോയതാണെന്ന് പിതാവ് ആരോപിക്കുന്നു. സഹോദരങ്ങൾ എന്ന ലേബലിലാണ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കയറിയതും അവരുടെ കൂടെ നിന്ന് വളരെ തന്ത്രപരമായിട്ട് ഡോറ് തുറന്ന് അവിടുത്തെ സ്റ്റാഫിനെ തള്ളിമറിച്ചിട്ട് ഒരു ബൊലോറോ വാഹനത്തിൽ വിളിച്ചുകൊണ്ടുപോയി. ഈ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അതിന്റെ RC ഓണർ വന്ന് മേടിച്ചുകൊണ്ടുപോയി. ആ വണ്ടിക്ക് ഇൻഷുറൻസ് പോലും ഇല്ലായിരുന്നു എന്നാണ് അന്നേരം എനിക്കറിയാൻ പറ്റിയത്. തൊടുപുഴ കേന്ദ്രീകരിച്ചുള്ള ലഹരി സംഘങ്ങളുടെ കസ്റ്റഡിയിലാണ് ആസാദ് എന്നാണ് സൂചന.
പരാതി പിൻവലിക്കാൻ കുടുംബത്തിന് മേൽ വലിയ സമ്മർദ്ദവും ഭീഷണിയുമുണ്ട്. മകനെ ലഹരി മാഫിയയുടെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ പോലീസ് ഇടപെടണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. അമ്മമാരുടെ വഴിവിട്ട ജീവിതം മക്കളുടെ ഭാവിയും സ്വപ്നങ്ങളുമാണ് തകർക്കുന്നത്. കോഴിക്കോട് മുക്കത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിന് ഉത്തരവാദി സ്വന്തം അമ്മയാണ്. പെൺകുട്ടി ഗർഭിണിയായതോടെയാണ് പീഡന കഥ പുറത്തുവന്നത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയടക്കം 3 പേർ അറസ്റ്റിലായി. കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തുക്കളാണ് പിടിയിലായത്. 15-കാരിയെ കൂടുതൽ പേർ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന. വിദ്യാർത്ഥിനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുക്കം പോലീസ് മറ്റു പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു. ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ 15-കാരിയെ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് കുട്ടി 6 മാസം ഗർഭിണിയാണെന്ന് അറിയുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയടക്കം 3 പേരെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം അരീക്കോട് ഊർങ്ങാട്ടിരി സ്വദേശികളായ മുഹമ്മദ് അനസ്, യൂസുഫ്, അസാം സ്വദേശി മോമൻ അലി എന്നിവരാണ് പിടിയിലായത്. കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തുക്കളാണ് പ്രതികളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അമ്മയുമായുള്ള അടുപ്പം മുതലെടുത്താണ് പെൺകുട്ടിയെ പ്രതികൾ പീഡിപ്പിച്ചത്. ഇവരെ കൂടാതെ മറ്റു പലരും പീഡിപ്പിച്ചതായി കുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംഭവം അമ്മയുടെ അറിവോടെയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികൾ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. 15-കാരിയുടെ മൊഴി പ്രകാരം കൂടുതൽ പ്രതികൾക്ക് വേണ്ടി മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. 3 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിദ്യാർത്ഥിനി ഇപ്പോൾ തിരുവനന്തപുരം ചൈൽഡ് കെയറിലാണ് ഉള്ളത്. ന്യൂസ് 18 മുക്കം. കോഴിക്കോട് മുക്കത്തെ 15-കാരിയെ പോലെ സ്വന്തം വീടിനുള്ളിൽ ചൂഷണത്തിനിരയായ മറ്റൊരു പെൺകുട്ടിയുണ്ട് മലപ്പുറത്ത്. 5 വർഷം മുൻപ്, അതായത് 2019-ലാണ് മഞ്ചേരിയിലെ 13-കാരി സ്വന്തം സഹോദരനാൽ പീഡനത്തിന് ഇരയായി ഗർഭിണിയായത്. കൂടപ്പിറപ്പിനെ പോലും ലൈംഗിക താൽപര്യത്തോടെ കണ്ട ആ മനുഷ്യമൃഗത്തിന് കോടതി 123 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. 13 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിയെ ലൈംഗിക അതിക്രമം ചെയ്ത് ഗർഭിണിയാക്കിയ കേസിൽ പ്രതി 7 ലക്ഷം രൂപ പിഴയടക്കണമെന്നും മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതിയുടെ വിധിയിലുണ്ട്. കോടതി വിധിക്ക് പിന്നാലെ പ്രതി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. കേസിനാസ്പദമായ സംഭവം. അരീക്കോട് പോലീസാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. വൈദ്യപരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയായ വിവരം പുറത്തറിഞ്ഞത്. ഈ കേസിലെ പ്രായപൂർത്തിയാകാത്ത അതിജീവിത ഗർഭിണിയായതിനെ തുടർന്ന് ചികിത്സ തേടിയ വിവരം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാത്ത കാര്യത്തിന് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ഈ കേസിലെ 2ാം പ്രതിയാണ്. ഇയാൾക്കെതിരെ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്നാണ് 1ാം പ്രതിക്കെതിരെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിച്ചത്. മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് അഷ്റഫ് AM ആണ് ശിക്ഷ വിധിച്ചത്. പോക്സോ കേസിലെ വിവിധ വകുപ്പുകൾ IPC 376, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് പ്രതിക്ക് 123 വർഷം കഠിന തടവ് വിധിച്ചത്. 7 ലക്ഷം രൂപ പിഴ അടയ്ക്കാനും പിഴ അടച്ചില്ലെങ്കിൽ 11 മാസം സാധാരണ തടവിനും കോടതി വിധിച്ചു. അരീക്കോട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായ NV ദാസൻ, ബിനു തോമസ്, ഉമേഷ് A എന്നിവരായിരുന്നു ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A സോമസുന്ദരൻ ഹാജരായി. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി 23 സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും 25 രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ്. പ്രോസിക്യൂഷൻ ലൈസൺ വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സൽമായൻ പ്രോസിക്യൂഷനെ സഹായിച്ചു. ശിക്ഷാവിധിക്ക് ശേഷം ഒപ്പുവെക്കാനായി കോടതിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയ പ്രതി കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് കൈഞ്ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചു. പരിക്ക് പറ്റി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണ്.
മലപ്പുറം. നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖ് എത്തിയത് പോലീസിന്റെ ചോദ്യമുനയിലേക്കാണ്. 2.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് തേടിയത്. നടിക്കെതിരായ പരാതിയിലും സുപ്രീം കോടതിയിലും പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലും ആവർത്തിച്ച സിദ്ദിഖ് നടിയെ ഒരു തവണ മാത്രമാണ് ജീവിതത്തിൽ കണ്ടതെന്നും മൊഴി നൽകി. അതേസമയം ഈ മാസം 12-ന് വീണ്ടും ഹാജരാകാൻ സിദ്ദിഖിന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മാസം 22-നാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി ഇനി പരിഗണിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം നടൻ സിദ്ദിഖിന് നോട്ടീസ് നൽകിയിരുന്നു. വിവരശേഖരണത്തിനാണ് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ SP മെറിൻ ജോസഫ്, ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ കന്റോൺമെന്റ് സ്റ്റേഷന്റെ ഭാഗമായ കൺട്രോൾ സിറ്റി സെന്ററിൽ 2.5 മണിക്കൂർ നീണ്ട വിവരശേഖരണം നടന്നു. നടിക്കെതിരായ പരാതിയിലും സുപ്രീം കോടതിയിലും പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിലും ആവർത്തിക്കുകയായിരുന്നു സിദ്ദിഖ്. ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും സിദ്ദിഖ് 12-ാം തീയതി വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. ഈ സമയത്ത് പീഡന പരാതി ഉന്നയിച്ച നടിക്കെതിരായ വാട്സ്ആപ്പ് ചാറ്റുകൾ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കും. ഈ മാസം 22-നാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെ വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കി സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യയ്ക്കും പോലീസ് നോട്ടീസ് അയച്ചു. ഈ മാസം 15-ന് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ പല പരാതികളും ആരോപണങ്ങളും ഉയർന്നു വന്നതാണ്. ഇതിലേറ്റവും ഗുരുതര സ്വഭാവമുള്ളത് മലപ്പുറത്ത് വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയാണ്. എന്നാൽ സുജിത് ദാസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ വീട്ടമ്മയുടെ ബലാത്സംഗ പരാതി വ്യാജമെന്നാണ് സർക്കാർ വാദം. പരാതിക്കാരിയുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. തന്റെ പരാതിയിൽ നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടമ്മ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. SP അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു തെളിവുമില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ CDR അടക്കമുള്ളവ പരിശോധിച്ചു. സംഭവം നടന്ന സ്ഥലങ്ങൾ, തീയതി എന്നിവയിലെല്ലാം പരാതിക്കാരിയുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണെന്നും പരാതിക്കാരിയുടെ ഹർജി തള്ളണമെന്നുമാണ് ഹൈക്കോടതിയിൽ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വ്യാജ പരാതിയിൽ കേസെടുത്താൽ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകരുമെന്നും സർക്കാർ പറയുന്നു. ബലാത്സംഗ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നാരോപിച്ച് വീട്ടമ്മ നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ മറുപടി. മലപ്പുറം SP ആയിരിക്കെ സുജിത് ദാസും CI വിനോദും ബലാത്സംഗം ചെയ്തുവെന്ന ആരോപണവുമായാണ് വീട്ടമ്മ രംഗത്തു വന്നത്. പരാതി അന്വേഷിച്ച DYSP ബെന്നിക്കെതിരെയും വീട്ടമ്മ ആരോപണമുന്നയിച്ചിരുന്നു. കുടുംബവസ്തുവുമായി ബന്ധപ്പെട്ട പരാതിയുമായി പോലീസിനെ സമീപിച്ചതിനു ശേഷം തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. പൊന്നാനി CI വിനോദിനെയാണ് പരാതിയുമായി ആദ്യം ഇവർ സമീപിച്ചത്. വിനോദ് അന്വേഷണത്തിന്റെ മറവിൽ പീഡിപ്പിച്ചു. പിന്നീട് ഇതേക്കുറിച്ച് പരാതിയുമായി ചെന്നപ്പോൾ 2 തവണ SP ആയിരുന്ന സുജിത് ദാസും പീഡിപ്പിച്ചു. DYSP ബെന്നി മോശമായി പെരുമാറിയതായും വീട്ടമ്മ ആരോപിക്കുന്നു. പരാതികളിൽ കേസെടുക്കാതായതോടെയാണ് വീട്ടമ്മ ഹൈക്കോടതിയെ സമീപിച്ചത്. ന്യൂസ് 18 കൊച്ചി. ജനപ്രതിനിധികൾക്ക് പോലും സുരക്ഷിതമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ. കൊല്ലം കൊട്ടാരക്കരയിൽ നഗരസഭാ കൌൺസിലർക്കും ഭർത്താവിന് നേരെ ആക്രമണമുണ്ടായ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ചന്തമുക്കുവാടിലെ കൌൺസിലർ സൂസമ്മ, ഭർത്താവ് ബിനു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തു. എന്നാൽ പ്രതിയെ പോലീസ് താക്കീത് നൽകി വിട്ടയച്ചെന്ന് കൌൺസിലർ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു ആക്രമണം. പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സൂസമ്മയുടെ ഭർത്താവ് ബിനുവിനെ പ്രദേശവാസിയായ റോയി എന്നയാൾ ആക്രമിക്കുകയായിരുന്നു. ബിനുവിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയതായിരുന്നു സൂസമ്മ.
മുഖത്ത് കണ്ണിന് താഴെയായി ഇടിയേറ്റ സൂസമ്മ താഴെ വീണ് കൈക്കു പരിക്കേറ്റു. സൂസമ്മയുടെ വസ്ത്രങ്ങളും വലിച്ചു കീറി. കൗൺസിലർ ആയതു മുതൽ ഇയാൾ തനിക്കെതിരെ ഭീഷണി മുഴക്കുകയും വാർഡിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നതായും സൂസമ്മ പറഞ്ഞു. വിനിഷ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിന്ന സമയത്ത് ഈ നടുക്കുന്നത് റോയി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ വാർഡിലുള്ള ആളാണ്. ആ വ്യക്തി വന്ന് വിനിച്ചാനെ ഇങ്ങനെ ഇവിടെ വന്ന് ഒറ്റ ഇടിയടിച്ച് എന്തിനാ ഇടിച്ചെന്ന് ചോദിച്ച് എന്തു വച്ചാൽ പ്രശ്നമെന്ന് ചോദിച്ച ഉടനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയായി. അന്നേരം വിനിച്ചാനെ മതിലിനോട് ചേർത്ത് വെച്ച് ഇടിച്ച സമയത്ത് മതിലും പൊളിഞ്ഞ് വിനിച്ചാനങ്ങ് താഴെ വീണ ഉടനെ ഞാൻ പിടിച്ചു മാറ്റാനായിട്ട് ഞാൻ പോയപ്പോൾ പിടിച്ചു മാറ്റാൻ പറ്റിയില്ല. ഞാൻ അങ്ങ് ദൂരോട്ട് മാറി നിന്ന സമയത്ത് ഓടി വന്ന് എൻ്റെ കണ്ണിൻ്റെ ഇവിടെ വന്ന് ഇങ്ങനെ ഇടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോയി വിനിച്ചാനെ ഇടിച്ചിട്ട് വീണ്ടും അവൻ വന്ന് വീണ്ടും എന്നെ അടിക്കാനായിട്ട് ഓടി വന്ന ഉടനെ അവിടെ നിന്ന് ആൾക്കാരെല്ലാം കൂടെ അവനെ പിടിച്ചു മാറ്റി കൊണ്ടുപോയി. അവരും അവനെ അടിച്ച്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ലാതെ നിന്ന ആൾക്കാരെയാണ് ഇവൻ വന്ന് ഉപദ്രവിക്കുന്നത്. 5 വർഷം കൊണ്ട് വാർഡ് സഭ നടത്തുമ്പോഴെല്ലാം പ്രശ്നം, അതുപോലെ തന്നെ റോഡ് പണി ചെയ്യുമ്പോഴെല്ലാം പ്രശ്നം, അതുപോലെ വഴി വെച്ച് കാണുമ്പോൾ എടി നീ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വായി വരുന്ന വേണ്ടാത്ത വർത്താനങ്ങൾ പറയുക. വ്യക്തിവിരോധത്താൽ തന്നെയും കുടുംബത്തെയും ആക്രമിച്ച ആൾക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് ബിനുവിന്റെ പരാതി. ഇവിടെ ഹോസ്പിറ്റലിൽ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ എക്സ്റേ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അത് ട്രിപ്പ് കൊടുത്ത് താഴെ വന്ന് ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ മോൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഞാൻ വെട്ടും, നീ ആരുടെ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ എല്ലാം ഭീഷണിയാണ്. ഈ പുള്ളിയുടെ മോനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി വന്നേക്കുന്നത്. നീ 2 ദിവസം ജീവിച്ചിരിക്കുമല്ലോ, ഇപ്പുറം വെച്ച് നിന്നെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് എൻ്റെ ഭാര്യയും വണ്ടി ഇടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞതാണ് ഈ പുള്ളി. നടപടി ആവശ്യപ്പെട്ട് കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയെങ്കിലും റോയിയെ താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു എന്നാണ് സൂസമ്മയുടെ ആരോപണം. മർദ്ദനത്തിൽ പരിക്കേറ്റ മുൻ സൈനികനായ റോയിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. മുക്കുവണ്ടം പണയം വെച്ച് പണം കവരുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മുക്കുവണ്ടത്തിൽ സംശയം തോന്നാതിരിക്കാൻ 916 മുദ്ര പതിപ്പിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് തട്ടിപ്പ്. കൊല്ലം ഇരവിപുരത്താണ് ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പോലീസിന്റെ പിടിയിലായത്. അറസ്റ്റിലായവർ നിരവധി കേസുകളിൽ പ്രതികളെന്ന് പോലീസ് പറഞ്ഞു. സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടെന്നാണ് സംശയം. സംഘത്തിലെ 2 സ്ത്രീകളെയും മറ്റൊരു പ്രതിയായ സുധീഷിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് അന്വേഷണം അൽത്താഫിലേക്കും എത്തിയത്. നിർണായക വിവരങ്ങളാണ് പോലീസിന് അൽത്താഫിൽ നിന്ന് ലഭിച്ചത്. മുക്കുപണ്ടത്തിന്റെ മുകളിൽ സ്വർണം പൂശി 916 മുദ്രയും പതിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. നിരവധി ധനകാര്യ സ്ഥാപനങ്ങളിലും സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളിലും സംഘം മുക്കുപണ്ടം നൽകി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തട്ടിപ്പിനായി മുക്കുപണ്ടം ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാൻ ഇടനിലക്കാർ ഉണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. സംസ്ഥാനത്തുടനീളം ഇവർ തട്ടിപ്പ് നടത്തിവരികയായിരുന്നു. പരാതിയെ തുടർന്ന് വാടകയ്ക്ക് താമസിക്കുന്ന കൊട്ടിയം തഴുത്തലയിൽ നിന്നാണ് അൽത്താഫിനെ പോലീസ് പിടികൂടിയത്. ഇയാളുടെ പേരിൽ 4 കേസുകളാണ് നിലവിൽ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. സംഘത്തിൽ ഇനിയും ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. തട്ടിപ്പ് നടത്താനായി മുക്കുപണ്ടങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ആളിനെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി ഇരവിപുരം പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കർണാടകയിലെ ഹണി ട്രാപ്പ് സംഘം തകർത്തത് ഒരു പ്രമുഖ വ്യവസായിയുടെ ജീവിതമാണ്. മുൻ കർണാടക MLAയുടെ സഹോദരനും വ്യവസായിയുമായ മുംതാസ് അലി ജീവനൊടുക്കിയത് ഹണി ട്രാപ്പ് സംഘത്തിന്റെ ഭീഷണി മൂലമെന്ന് വിവരം. കഴിഞ്ഞ ദിവസം കാണാതായ മുംതാസ് അലിയുടെ മൃതദേഹം പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പ ഉൾപ്പെട്ട സംഘവും NDRFും ചേർന്നാണ് പുഴയിൽ തിരച്ചിൽ നടത്തിയത്. ഇതിനിടെ മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ച കേസിൽ മംഗളൂരു ടൗൺ പോലീസ് 6 പേർക്കെതിരെ കേസെടുത്തു.
കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് കുളൂർ പാലത്തിനു മുകളിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ മുംതാസ് അലിയുടെ ആഡംബര കാർ കണ്ടെത്തിയത്. പ്രദേശവാസികൾ വിവരമറിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ മുംതാസ് അലിയുടെ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും പാലത്തിനടുത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മുംതാസ് അലിക്കായി ഫൽഗുനിപ്പുഴയിൽ ഊർജിതമായ തിരച്ചിലാണ് നടത്തിയത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പ ഉൾപ്പെട്ട സംഘവും NDRFും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസ് മുൻ MLA മൊഹിദ്ദീൻ ബാബയുടെയും ജനതാദൾ എസ് മുൻ MLC BA ഫാറൂഖിന്റെയും സഹോദരനാണ് മരിച്ച മുംതാസ് അലി. മുംതാസ് അലി പാലത്തിൽ നിന്ന് ഫൽഗുനിപ്പുഴയിലേക്ക് ചാടിയതാകാനാണ് സാധ്യതയെന്നാണ് പ്രാഥമിക നിഗമനം. താൻ മടങ്ങിവരില്ലെന്ന് കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പിൽ സന്ദേശവും അയച്ചിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 3 മുംതാസ് അലി വീട് വിട്ടതായാണ് മകളുടെ മൊഴി. ഇതിനിടെ മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചെന്ന കേസിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മുംതാസ് അലിയുടെ സഹോദരൻ ഹൈദരലിയുടെ പരാതിയിലാണ് കേസ്. റഹാമത്ത്, അബ്ദുൽ സത്താർ, ഷാഫി, മുസ്തഫ, സുഹൈബ്, സിറാജ് എന്നിവർക്കെതിരെയാണ് കേസ്. ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പ്രതികൾ മുംതാസ് അലിയിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. കൂടുതൽ പണമാവശ്യപ്പെട്ട് ഇവർ മുംതാസ് അലിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 മംഗളൂരു. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആൺ സുഹൃത്തിനൊപ്പം ശാസ്താംകോട്ട തടാക തീരത്തെത്തിയ വിദ്യാർത്ഥിനിയെ പോലീസ് ചമഞ്ഞ് കാറിൽ കടത്തിക്കൊണ്ടുപോയ യുവാവ് പിടിയിൽ. കൊല്ലം കടവൂർ സ്വദേശി വിഷ്ണുലാലാണ് പിടിയിലായത്. പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും പരാതി. ആറ്റിങ്ങലിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. ചിറ്റാറ്റിൻകര മേലേക്കുന്നുംപുറത്ത് വീട്ടിൽ രജുലാലാണ് പിടിയിലായത്. ആറ്റിങ്ങൽ കരിച്ചയിൽ ഭാഗത്ത് MDMA വിൽപ്പന നടത്തുമ്പോഴാണ് പിടിയിലായത്. കൂടെ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. വിൽപ്പനയ്ക്കായി ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. ചുങ്കത്തറ സ്വദേശി വെള്ളാംകുളത്ത് മുഹമ്മദ് അൻവർ സാദിഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്നും 2 ബാഗുകളിലായി സൂക്ഷിച്ച 10 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരുടെ കെണിയിൽപ്പെടുന്നവരിൽ കൂടുതലും കമിതാക്കളാണ്. കൊല്ലം ശാസ്താംകോട്ടയിൽ ആൺസുഹൃത്തിനൊപ്പം നിന്ന യുവതിയെ പോലീസ് ചമഞ്ഞ് യുവാവ് കാറിൽ തട്ടിക്കൊണ്ടുപോയി. പലയിടത്തും കറങ്ങിയ ശേഷം യുവതിയെ വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു. ശാസ്താംകോട്ട പോലീസിന്റെയും പിങ്ക് പോലീസിന്റെയും തന്ത്രപരമായ നീക്കത്തിലൂടെ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടികൂടി. കൊല്ലം കടവൂർ സ്വദേശി വിഷ്ണുലാലാണ് അറസ്റ്റിലായത്. ഇതുപോലെ നിയമം കയ്യിലെടുക്കാൻ ഒരു സദാചാര ഗുണ്ടയെയും അനുവദിക്കരുത്. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.